വെട്ടിക്കാട്ടിരി പാഞ്ഞാൾ റോഡ് ശോചനീയാവസ്ഥയിൽ നാട്ടുകാരുടെ വണ്ട് തള്ളിയുള്ള പ്രതിഷേധ പ്രകടനം. പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിലെ റോഡ് തകർച്ചയിൽ ദുരിതം പേറുകയാണ് ജനങ്ങൾ. പാഞ്ഞാൾ വെട്ടിക്കാട്ടിരി റോഡിൽ കുണ്ടും കുഴിയും നിറഞ്ഞ പാതയിൽ വാഹനയാത്രക്കാരും കാൽനടയാത്രികരും അപകടാവസ്ഥ നേരിടുകയാണ്. എന്നാൽ ബന്ധപ്പെട്ട അധികാരികളാകട്ടെ യാതൊരു നടപടിയും വിഷയത്തിൽ സ്വീകരിക്കുന്നില്ല. ഇക്കാരണത്താലാണ് ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വണ്ടി തള്ളിയുള്ള പ്രതിഷേധ പ്രകടനം നാട്ടുകാർ നടത്തിയത്. പാഞ്ഞാൾ രാമൻ നായർ പടി പ്രദേശത്ത് നടന്ന പ്രതിഷേധത്തിൽ നിരവധി പ്രദേശവാസികളും ഓട്ടോ തൊഴിലാളികളും പങ്കെടുത്തു. പ്രതിഷേധത്തിനിടയിൽ യാത്രാമാർഗം അതുവഴി കടന്നുവന്ന UR പ്രദീപ് MLAയോട് നാട്ടുകാർ തങ്ങളുടെ പ്രതിസന്ധി അറിയിക്കുകയും എത്രയും പെട്ടെന്ന് റോഡ് തകർച്ചയ്ക്ക് പരിഹാരം കണ്ടെത്തണമെന്നും ആവശ്യപ്പെട്ടു. വാഹനങ്ങൾക്ക് കേടുപാടുകളും നിരവധി അപകടങ്ങളും പ്രദേശത്ത് അനുദിനം വർദ്ധിക്കുകയാണ്. റോഡ് വീതി കൂട്ടലിന്റെ ഭാഗമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചുവെങ്കിലും പാതി വഴിയിൽ എല്ലാം നിലച്ചതോടെ ബാക്കിയായി ജനങ്ങൾക്ക് സമ്മാനിച്ചത് സഞ്ചാരയോഗ്യമല്ലാത്ത റോഡാണ്. ഗ്രാമപഞ്ചായത്തിനും പൊതുമരാമത്ത് വകുപ്പിനുമെതിരെ ശക്തമായ പ്രതിഷേധവും പരാതിയുമാണ് ദേശവാസികൾ ഉന്നയിക്കുന്നത്. എത്രയും പെട്ടെന്ന് റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് ഒരു പരിഹാരം കണ്ടെത്തേണ്ടതും അനിവാര്യമാണ്. വെട്ടിക്കാട്ടിരി മണ്ണാടി റോഡിന്റെ ദയനീയ അവസ്ഥയിൽ പ്രതിഷേധിച്ചുകൊണ്ട് നാട്ടുകാർ പെട്ടെന്ന് 10 മിനിറ്റിനുള്ളിൽ സംഘടിപ്പിച്ചൊരു പ്രതിഷേധമാണ് ഇന്നിവിടെ നടന്നത്. ആ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ഓട്ടോറിക്ഷ ഡ്രൈവർമാർ, ബൈക്ക് യാത്രികർ എല്ലാ ആളുകളും വണ്ടി തള്ളിക്കൊണ്ട് ഒരു പ്രതിഷേധം ഇവിടെ സംഘടിപ്പിച്ചു. ആ പ്രതിഷേധത്തിൻ്റെ നടുവിൽ ബഹുമാനപ്പെട്ട MLA വേറൊരു പരിപാടിയുടെ ഭാഗമായിട്ട് വരുന്ന സമയത്ത് അദ്ദേഹത്തിനോട് ഞങ്ങളുടെ ഈ ദയനീയ അവസ്ഥയും ബുദ്ധിമുട്ടും ധരിപ്പിക്കാനുള്ളൊരു സാഹചര്യം കൂടിയും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം അത് മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്, വേണ്ട കാര്യങ്ങൾ ചെയ്യാമെന്ന് അദ്ദേഹം ഞങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നിലവിലുള്ള സ്ഥിതി ഞങ്ങൾ അന്വേഷിച്ച് അറിഞ്ഞ സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, ഇത് ടെൻഡർ ആദ്യം എടുത്ത കോൺട്രാക്റ്റ്, അതിനുശേഷം നിലവിൽ റോഡിൻ്റെ വികസനം, ആ വികസനത്തിന് വേണ്ടിയുള്ള എസ്റ്റിമേറ്റ് എടുത്തിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സാങ്കേതികമായൊരു പിഴവ് പറഞ്ഞുകൊണ്ട് ഈ റോഡ് ഈ അവസ്ഥയിൽ കിടക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 2 വർഷത്തോളം ആയി. മഴക്കാലത്ത് ഇതിലുള്ള യാത്ര അതീവ ദുരിതം ഉള്ളതാണ്. ആളുകൾക്ക് യാത്ര ചെയ്യാൻ സാധിക്കില്ല. വണ്ടികളൊക്കെ അപകടത്തിൽപ്പെടുന്നത്, ഒരുപാട് വണ്ടികൾ ഇവിടെ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. ഗട്ടറുകളിൽ ചാടിയിട്ട് ഏത് ഗട്ടറിലാണ് നമ്മൾ വീഴുന്നത് നമുക്ക് തന്നെ അറിയാൻ പറ്റാത്ത സാഹചര്യമാണ്. അത്രയും വെള്ളം നിറഞ്ഞു നിന്ന് ഒരു പുഴ പോലെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഈ റോഡിലുള്ളത്. ഈ റോഡിൻ്റെ ഈ ദയനീയാവസ്ഥ ഈ രാമനായർ പടിയിൽ മാത്രമല്ല ഉള്ളത്, വൈദ്യുതിപ്പടിയിലും ആലുംചോടിലും ഈ റോഡ് മണ്ണാടി റോഡ് മുഴുവൻ അവസാനിക്കുന്ന ഘട്ടം വരെയും ഈ റോഡിൻ്റെ ഇതേ അവസ്ഥയാണ് നിലവിലുള്ളത്. ആളുകൾക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ് ഇവിടെ നിലവിൽ ഉള്ളത്. അപ്പോൾ അതിനൊരു പരിഹാരം അധികൃതർ കാണണം എന്ന് പറഞ്ഞിട്ടുള്ള പ്രതിഷേധമാണ് ഇന്നിവിടെ നടന്നത്. ഇതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടൊന്നുമല്ല, നാട്ടുകാർ സംഘടിച്ചിട്ട് പെട്ടെന്ന് സംഘടിപ്പിച്ചിട്ടുള്ള പ്രതിഷേധമാണ്. ഈ പ്രതിഷേധം ഇതിൻ്റെ മേൽ നടപടികൾക്ക് വളരെ വേഗത കൈവരിക്കാൻ ഉപകരിക്കുമെന്നുള്ള പ്രത്യാശയോട് കൂടിയിട്ടാണ് ഈ പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഉദ്യോഗസ്ഥന്മാരും ജനപ്രതിനിധികളും ഞങ്ങളുടെ ഈ ന്യായമായ ആവശ്യം കണ്ടുകൊണ്ട് വളരെ വേഗത്തിൽ തന്നെ ഈ റോഡ് ഗതാഗത യോഗ്യമാക്കി തരണമെന്നാണ് ഞങ്ങൾക്ക് വീതി കൂട്ടാനുള്ള സ്ഥലങ്ങളിൽ വീതി കൂട്ടി ഞങ്ങൾക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യം ഒരുക്കി തരണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രതിഷേധമാണ് ഇന്നിവിടെ നടന്നിട്ടുള്ളത്. ഈ പ്രതിഷേധത്തിൽ ഓട്ടോറിക്ഷ തൊഴിലാളികളാണ് മിക്ക ആളുകളും പങ്കെടുത്തിട്ടുള്ളത്, ബൈക്ക് യാത്രികരെ, അതുപോലെ തന്നെ മറ്റുള്ള ആളുകൾ എല്ലാവരും ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇത്ര മാത്രമാണ് ഈ കാര്യത്തെക്കുറിച്ചിട്ട് നമുക്ക് പറയാനുള്ളത്. CC വിനോസ്, പാഞ്ഞാൾ.